ഇന്നത്തെ ഈ ഒരു വീഡിയോ ഗർഭകാലഘട്ടങ്ങളിൽ അമ്മമാരിൽ കണ്ടുവരുന്ന മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ മ്യൂസിക്കുകൾ കേട്ടാൽ സാധിക്കുമെന്നതിനെ കുറിച്ചാണ്. ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും കാണുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആരോഗ്യവും നല്ല ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകുള്ളൂ. ഗർഭകാലഘട്ടങ്ങൾ എന്ന് പറയുന്നത് പൊതുവെ സ്ട്രെസ്സും സ്ട്രെയിനും നിറഞ്ഞതാണ്. അപ്പൊ എല്ലാ അമ്മമാരിലും ഒരു ടെൻഷനും പേടിയൊക്കെ എല്ലാം എപ്പോഴും ഉണ്ടായിരിക്കും. അത് ഏറ്റവും കൂടുതൽ കാണിക്കുക ആദ്യത്തെ ഗർഭധാരണത്തിലാണ്. അതുകൊണ്ടാണ് ആദ്യം ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പൊതുവെ ഈ വികാരങ്ങൾ കൂടുതലായിട്ട് കാണുന്നത്. പ്രത്യേകിച്ച് ദേഷ്യം, സന്തോഷം, വാശി, പിണക്കം, ക്ഷമക്കുറവ്, ഇതൊക്കെ എല്ലാം കാരണം ആ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും സ്ട്രെയിനിന്റെയും ഭാഗമായിട്ടാണ്. ഒരമ്മയ്ക്ക് മുൻകാലഘട്ടങ്ങളിൽ എന്തെങ്കിലും അബോർഷൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീടുള്ള ക്യാരിയിങ് സമയത്ത് പേടി ഒരുപാട് കൂടുതലായിരിക്കും. കഴിഞ്ഞ പോലെ തന്നെ ഇതും ബ്ലീഡിങ് വരുമോ, സോ ടെൻഷൻസ് കൂടി വരുമ്പോൾ അവരുടെ ശരീരത്തിനകത്ത് കുറെ ഹോർമോണുകളുടെ ഉൽപാദനങ്ങളിൽ വ്യത്യാസങ്ങൾ വരുന്നു. ഈ വ്യത്യാസങ്ങളാണ് അവരിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഗർഭകാലഘട്ടത്തിൽ പൊതുവെ കണ്ടുവരുന്ന മാനസിക പ്രശ്നങ്ങളാണ് അമിതമായിട്ടുള്ള ഭയം, ടെൻഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ്, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, മറ്റു ശാരീരിക അസ്വസ്ഥതകൾ. ഇതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് സ്ട്രെസ് അല്ലെങ്കിൽ പിരിമുറുക്കം. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അമിതമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കും. ഈ ഹോർമോണിന്റെ അമിതമായിട്ടുള്ള ഉൽപാദനമാണ് പിന്നീട് പ്രഷർ കൂടുന്നതിനും ഷുഗർ ഉണ്ടാവുന്നതിനുമുള്ള പ്രധാന കാരണം. അങ്ങനെ ഗർഭകാലഘട്ടത്തിൽ പ്രഷറും ഷുഗറും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രഗ്നൻസി പീരീഡിനെ ബാധിക്കുകയും അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഭാരക്കുറവോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഭാരമോ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അങ്ങനെ സ്ട്രെസ് ഹോർമോൺസിന്റെ അളവ് കൂടുന്നതിന്റെ ഫലമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധക്കുറവ്, ഓർമ്മക്കുറവ്, പഠന വൈകല്യങ്ങൾ, സ്വഭാവ വൈകല്യങ്ങൾ, പെരുമാറ്റ വൈകല്യങ്ങൾ, വ്യക്തിത്വ വൈകല്യങ്ങൾ, അമിതമായിട്ടുള്ള ദേഷ്യം, ഇത്തരം പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ദെൻ ഗർഭകാലഘട്ടങ്ങളിൽ സ്ട്രെസ് കൂടുന്നതിന്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ ടെൻഷൻസ് കൂടുന്നതിന്റെ ഫലമായിട്ടൊക്കെ എല്ലാം ശരീരത്തിനകത്ത് സെറോട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ അളവിലും കുറവുണ്ടാവും. സെറോട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് നമ്മുടെ ശരീരത്തിനകത്ത് ശാന്തതയും സംതൃപ്തി, നമുക്ക് മാനസികമായിട്ട് സംതൃപ്തിയൊക്കെ തരുന്ന ഹോർമോണാണ് സെറോട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ. ആ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ സെക്രീഷൻസിൽ വേരിയേഷൻസ് വരുമ്പോഴാണ് നമുക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗം വരുന്നത്. ഒരു ഗർഭിണി ശരീരത്തിൽ ആഹ്ലാദം ജനിപ്പിക്കുന്ന ഹോർമോണാണ് ഡോപ്പമിൻ. ഈ ഡോപ്പമിന്റെ കുറവ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സന്തോഷം കുറയും, സ്നേഹം കുറയും. അതും കുഞ്ഞിന്റെ മാനസിക നിലയെ ബാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ. നമ്മുടെ ശരീരത്തിന്റെ രക്തോട്ടമൊക്കെ നിയന്ത്രിക്കുന്നു. ഒപ്പം തന്നെ ഡെലിവറി സമയത്ത് ഒരു സ്ത്രീയുടെ യൂട്രൈൻ എക്സ്പാൻഷൻസ് ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അതുകൊണ്ടാണ് എല്ലാ ലേബർ റൂമുകളിലും ഇപ്പൊ മ്യൂസിക് വെക്കുന്നുണ്ട്. ഗർഭകാലഘട്ടങ്ങളിൽ ഒരു കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ്സിന് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന മ്യൂസിക്കാണ് കർണാട്ടിക് മ്യൂസിക്. ഒരു ഗർഭിണി 2-ാം മാസം മുതൽ തന്നെ കർണാട്ടിക് മ്യൂസിക്കുകൾ സ്ഥിരമായിട്ട് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ മിടുമിടുക്കരാകുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഗർഭകാലഘട്ടങ്ങളിൽ മ്യൂസിക് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഗുണം എന്ന് പറയുന്നത് അമ്മയും കുഞ്ഞും തമ്മിൽ നല്ലൊരു മാനസിക അടുപ്പം ഉണ്ടാകും. അത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അമ്മയും കുഞ്ഞുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. രണ്ടാമത്തത്, മ്യൂസിക് കേൾക്കുന്ന അനുസരിച്ചിട്ട് ഒരു ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയുടെ ശരീരത്തിൽ ഡോപ്പമിൻ സെക്രീഷൻസ് കൂടുകയും സെറോട്ടോണിൻ സെക്രീഷൻസ് കൺട്രോൾഡ് ആകുമ്പോൾ നിരാശ വരുന്നത് നമുക്ക് തടയാൻ പറ്റും, സന്തോഷം അമിതമായിട്ട് കൂടും, ടെൻഷൻസും പേടിയൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട്
സാധിക്കുകയും ചെയ്യും. ഒപ്പം സ്ലീപ്പ് ഡിസ്റ്റർബൻസസും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ബോഡി എപ്പോഴും റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടാകുന്ന മോർണിംഗ് സിക്നസ്സുകളൊക്കെ എല്ലാം ആ അമ്മയുടെ മനസ്സിനെ ബാധിക്കാതിരിക്കുമ്പോൾ നല്ല രീതിയിൽ ആഹാരം കഴിക്കാൻ പറ്റുകയും ആവശ്യത്തിന് വെയിറ്റ് ഒക്കെ എല്ലാം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിത്തീരുകയും ചെയ്യും. പ്രഗ്നൻസി പീരീഡിൽ മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ മാത്സ് സ്കില്ലൊക്കെ എല്ലാം നന്നായിട്ട് വർദ്ധിക്കും, ലാംഗ്വേജ് സ്കില്ലുകളൊക്കെ എല്ലാം വർദ്ധിക്കും. അതിന്റെ ഫലമായിട്ട് അക്കാദമിക് പെർഫോമൻസ് കൂടും. ടെക്നിക്കലായിട്ടുള്ള മേഖലകളിലും സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലും ക്ലറിക്കലായിട്ടുള്ള കാര്യങ്ങളിലും ഏറ്റവും കൂടുതൽ ശോഭിക്കുന്ന ആളുകളൊക്കെ എല്ലാം മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. കർണാട്ടിക് മ്യൂസിക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, വളരെ ഉച്ചത്തിൽ നിങ്ങൾ ഒരിക്കലും മ്യൂസിക് വെക്കരുത്. സാധാരണ കേൾക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സ്ലോവിൽ നിങ്ങൾ വേണം വെക്കാനായിട്ട്. അമിതമായിട്ടുള്ള ശബ്ദം ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് വളരെ സ്ലോയിൽ വേണം ഈ മ്യൂസിക്കുകളൊക്കെ എല്ലാം കേൾക്കാൻ. ഒരുപാട് റാപ്പ് ബീറ്റുകളൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള മ്യൂസിക്കുകളൊന്നും നിങ്ങൾ കേൾക്കരുത്. പ്രത്യേകിച്ച് വയലൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മ്യൂസിക്കുകളൊന്നും കേൾക്കരുത്. നല്ല ശാന്തതയും എനർജിയും ഗുഡ് മൂഡും ക്രിയേറ്റ് ചെയ്യുന്ന മ്യൂസിക്കുകൾ വേണം കേൾക്കാനായിട്ട്. പിന്നെ നിങ്ങൾ ചില ചിത്രങ്ങളൊക്കെ എല്ലാം കണ്ടിട്ടുണ്ടാവും, ഒരു അമ്മ വയറിൽ ഹെഡ്ഫോൺ ഒക്കെ വെച്ചിട്ടുള്ള പിക്ചേഴ്സൊക്കെ. ഒരു കാരണവശാലും നിങ്ങളുടെ വയറിൽ ഹെഡ്ഫോണോ സ്പീക്കറോ അല്ലെങ്കിൽ നിങ്ങളുടെ ചെവിയിൽ ഹെഡ്ഫോൺ വെച്ചിട്ട് നിങ്ങൾ പാട്ട് കേൾക്കുക. കോമൺ ആയിട്ട് നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് നിങ്ങളുടെ കുഞ്ഞിന് ആ ശബ്ദങ്ങൾ കൃത്യമായിട്ട് കുഞ്ഞിന് ഗ്രഹിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുന്നുള്ളൂ. ഗർഭകാലഘട്ടത്തിൽ ടെൻഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ, പേടി ഇത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന രാഗങ്ങളാണ് കാപ്പി രാഗം, ദർബാരി രാഗം, സിന്ധു ഭൈരവി രാഗങ്ങൾ. കാപ്പി, ദർബാരി, സിന്ധു ഭൈരവി രാഗങ്ങൾ. ഈ രാഗങ്ങൾ ഉള്ള സിനിമാ ഗാനങ്ങളോ അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതമോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കുകളോ നിങ്ങൾ സ്ഥിരമായിട്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ടെൻഷൻസും ആങ്സൈറ്റിയും ഡിപ്രഷൻ ലെവലൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഗർഭകാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല രാഗമാണ് ഗരഗര പ്രിയ രാഗം. ഈ രാഗം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭക്തി, കരുണ ഇതൊക്കെ എല്ലാം നന്നായിട്ട് വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് കോൺഫിഡൻസ് കൂടുന്നു. നമുക്ക് നല്ലൊരു സ്മൂത്ത് മൈൻഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നല്ല മൂഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന രാഗങ്ങളാണ് മോഹനം, ഹംസധ്വനി, ആനന്ദഭൈരവി. ഈ 3 രാഗങ്ങൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മൂഡ് ഉണ്ടാവും ചെയ്യും. സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് കുറയ്ക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് രാഗങ്ങളാണ് നീലാംബരി രാഗം. നീലാംബരി രാഗം എന്ന് പറയുന്നത് എല്ലാവരുടെയും നാവിൻ്റെ തുമ്പത്ത് തത്തിക്കളിക്കുന്ന താരാട്ട് പാട്ടുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള രാഗമാണ്. സോ ഈ നീലാംബരി രാഗം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറക്കക്കുറവ് മാറുകയും അതിനൊപ്പം തന്നെ അമ്മയും കുഞ്ഞും തമ്മിൽ നല്ല ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഗർഭകാലഘട്ടത്ത് ഉണ്ടാകുന്ന രക്തസമ്മർദ്ദങ്ങൾ, അത് ഹൈപ്പർ ടെൻഷൻ ആവാം, ലോവർ ബ്ലഡ് പ്രഷർ ആകാം. ഇവ രണ്ടും കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന 2 രാഗങ്ങളാണ് ആനന്ദഭൈരവിയും തോടിയും. ഈ 2 രാഗങ്ങൾ നന്നായിട്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അമ്മയുടെ രക്തം നന്നായിട്ട് പ്യൂരിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു സെൽഫ് പ്യൂരിഫിക്കേഷൻ മെത്തേഡ് എന്ന നിലയ്ക്ക് സഹായിക്കുന്ന രാഗമാണ് ഹിന്ദോള രാഗം. ഈ ഹിന്ദോള രാഗത്തിലുള്ള സിനിമാ ഗാനങ്ങളാകാം, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കുകളാകാം, ക്ലാസിക്കൽ മ്യൂസിക്കുകളാകാം നിങ്ങൾ സ്ഥിരമായിട്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്ലഡ് എപ്പോഴും നല്ല പ്യൂരിഫൈഡ് ആയിരിക്കും. അത് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്സിന് ഒരുപാട് സഹായകമാകും.